ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ, കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളിത് നിരന്തരം നമ്മളുടെ ഡൽഹിയിലുള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട് ഷാജിമോനാണ് ഡൽഹിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ റെസിഡന്റ് കമ്മീഷണർ സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. സോ പിന്നീട് നമുക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത വേറൊരു സ്ട്രാറ്റജി, ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമം നടന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്ക് അവസാനം കിട്ടിയ വിവരങ്ങൾ, അതായത് ഇവരെ എപ്പോഴെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് പറയുകയോ ആ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവസാനം കിട്ടിയ അപ്ഡേറ്റ് കൂടി ഞങ്ങൾ കളക്ട് ചെയ്തു. സോ അത് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്ക് ഏകദേശം ഇവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. സോ അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫൈനലായിട്ട് നമുക്ക് ഇവരുമായിട്ടൊരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമുക്ക് അതെ 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. എന്തോ മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൽട്ട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്, അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതായിട്ട് നിലവിൽ നമുക്കൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ലെങ്കിലും അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. പിന്നെ അതുപോലെ ഈ 17 കോളുകൾക്കപ്പുറം വേറെ കോൾസ് ഒന്നും വരാത്തതുകൊണ്ട് ഇത് തന്നെ ഒരു നമ്പർ ആയിരിക്കും എന്നാണ് നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്. ഒരു കൂടുതൽ നമ്പറിലേക്ക് പോകില്ല നമ്മൾ വിചാരിക്കുന്നു. അതായത് വേറെ ഇവന്റ്സ് റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഓൺലി തിങ് ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസും അതല്ലെങ്കിൽ യാത്ര ചെയ്തൊരു മൊബിലിറ്റി ഇഷ്യൂ ആണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇവർക്ക് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് ആ ഒരു ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് എംബസിയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം നേരിട്ട് നമുക്ക് നോർക്ക റൂട്ട്സിന് ഗ്രൗണ്ടിലേക്ക് എത്താനുള്ളൊരു ഇതില്ല. എംബസി മുഖേനയായിരിക്കും എപ്പോഴും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും നമ്മളുടെ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസും എല്ലാം പൂർണ്ണമായിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നോർക്ക ഡൽഹി ഓഫീസും. സോ ആ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി ഇത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയവരുണ്ട് നേരത്തെ, പക്ഷേ അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളവരാണ്. ഇപ്പം കാഞ്ഞങ്ങാട് നിന്ന് ഒരു ഗ്രൂപ്പ് പോയതിനകത്ത് 36ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സേഫ് സ്ഥലത്തായതുകൊണ്ട് അവർ കോൺടാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കോട്ടയത്ത് നിന്ന് പോയ ഒരു 16 പേരുടെ ടീമുണ്ട്. അപ്പോൾ അവരൊന്നും ആ ഒരു ഇഷ്യൂവിൽ പെടാത്തതുകൊണ്ട് അവരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റി. പക്ഷേ ഈ 53 പേരിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ എത്താനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ബന്ധുക്കൾ കോൺടാക്ട് ചെയ്തിരുന്നു, പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി കിട്ടിയേക്കും അതിനകത്ത്. എന്തായാലും നമ്മുടെ ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അവിടെ എത്തി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോർക്കയുടെ ഭാഗമായിട്ട് നേപ്പാളിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളുമായിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ പോയി ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ചില ലിമിറ്റേഷൻസ് അവിടെ ഗ്രൗണ്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശരിയാവുന്ന മുറയ്ക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയേക്കും. അല്ലല്ല, അത് സെപ്പറേറ്റ് ആണ്. എക്സാക്ട് ലൊക്കേഷൻ എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 53 പേരുടെ ലൊക്കേഷൻസ് നമുക്ക് ഇനിയിപ്പോൾ എംബസി മുഖേന അത് കൺഫേം ചെയ്ത് കിട്ടണം. നമുക്ക് അങ്ങനെ ഒരു വേഗമായിട്ട് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പല രീതിയിലുണ്ട്. ഗ്രൂപ്പായിട്ട് പോയവരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് വെക്കേഷൻ പോലെ പോയവരുണ്ട്. ഈ കാഞ്ഞങ്ങാട് നിന്ന് പോയത് അതുപോലെ ഗ്രൂപ്പായിട്ട് പോയവരാണ്. സോ അങ്ങനെ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എടുത്തവരുണ്ട്, പല പർപ്പസിന് പോയവരുണ്ട്. സോ ഇപ്പോൾ എക്സാക്ട്ലി ഇല്ല, നമ്മൾ അതിൻ്റെ ശ്രമം നടത്തുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഡാറ്റാബേസ് പലരും റിന്യൂവലൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കൊരു എക്സാക്ട്ലി അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ എന്തായാലും ഈ എഫേർട്സ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ഓരിക്കുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എന്ത് തന്നെ ആയാലും എംബസിയിൽ നിന്നൊരു വിവരം കിട്ടുന്ന മുറയ്ക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി വിവരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു പാനിക് സിറ്റുവേഷൻ വേണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട്, ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതുവരെയും കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.